2 വർഷത്തിലേറെയായി ഉത്തർപ്രദേശിലെ ജയിലിൽ കഴിഞ്ഞ മലയാളി മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പൻ മോചിതരായി. സുപ്രീം കോടതിയും അലഹബാദ് ഹൈക്കോടതിയും ജാമ്യം അനുവദിച്ചതോടെയാണ് ജയിൽ മോചനത്തിന് വഴിയൊരുങ്ങിയത്. തന്റെ മോചനത്തിനു വേണ്ടി പ്രവർത്തിച്ചതിന് മാധ്യമപ്രവർത്തകരോടും പൊതുസമൂഹത്തിനോടും നന്ദി പറയുന്നുവെന്ന് സിദ്ദിഖ് कापन പറഞ്ഞു. 28 महीने के बाद हम वापस बाहर आया. एक आज़ादी का हवा मिल गया. मीडिया पर्सन सबको शुक्रिया अदा करता हूं मैं. നീതി പൂർണ്ണമായും ലഭിച്ചില്ലെന്നായിരുന്നു ജയിൽ മോചിതനായ ശേഷം സിദ്ദിഖ് കാപ്പന്റെ ആദ്യ പ്രതികരണം. തനിക്കൊപ്പമുള്ള നിരപരാധികൾ പലരും ജയിലിലാണ്. यूएपीए में बहुत लोग 5 साल 10 साल जेल काट रहा है. हम 28 मंथ में बाहर आ गया. ये हमारा मीडिया फ्रैटर्निटी का एक नतीजा है. ലക്നൌവിലെ ജില്ലാ ജയിലിൽ കഴിയുകയായിരുന്ന സിദ്ദിഖ് കാപ്പന് യുപി പോലീസും ഇഡിയും ചുമത്തിയ കേസുകളിൽ ജാമ്യം ലഭിച്ചിരുന്നു. ക്രിസ്മസ് അവധിക്ക് മുമ്പ് ഇഡി കേസിൽ ജാമ്യം ലഭിച്ചിരുന്നെങ്കിലും നടപടിക്രമം നീണ്ടുപോയതാണ് മോചനം വൈകിപ്പിച്ചത്. ദളിത് പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട യുപിയിലെ ഹാദ്രസിലേക്കുള്ള യാത്രയ്ക്കിടെ 2020 ഒക്ടോബറിലാണ് സിദ്ദിഖ് കാപ്പൻ അറസ്റ്റിലായത്. പോപ്പുലർ ഫ്രണ്ടുമായി കാപ്പന് ബന്ധമുണ്ടെന്നും കാപ്പന്റെ അക്കൗണ്ടിലെത്തിയ പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കാനായില്ലെന്നുമായിരുന്നു ഇഡിയുടെ വാദം. ഡൽഹിക്ക് മടങ്ങിയ സിദ്ദിഖ് കാപ്പൻ 6 ആഴ്ചകൾക്ക് ശേഷമാകും കേരളത്തിലെത്തുക. ന്യൂസ് 18 ഡൽഹി.